ദേവപഞ്ചമി ഭാഗം 34. ഏട്ടത്തി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നില്ലല്ലോ. ഏട്ടത്തി ഇല്ലാതെ ഏട്ടത്തിയുടെ കൂട്ടുകാരിക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ കോളേജിൽ ഒരു അഡ്മിഷൻ കൊടുക്കുമോ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. പക്ഷേ മുത്തശ്ശി നൈസായിട്ട് കൈ ഒഴിഞ്ഞു. നക്ഷത്ര പറഞ്ഞതും വരദ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി. രണ്ടുപേരുടെയും അഡ്മിഷൻ കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ റെഡിയാക്കിയിട്ടുണ്ട്. വെക്കേഷൻ കഴിയുമ്പോൾ രണ്ടുപേർക്കും അവിടെ ജോയിൻ ചെയ്യാം. ആര്യൻ പറഞ്ഞു. ഞാൻ പോകുന്നില്ല. പെട്ടെന്ന് പഞ്ചമി പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. ആര്യനും നെറ്റിച്ചൊളിച്ച് അവളെ നോക്കിക്കൊണ്ട് നിന്നു. അവൾക്ക് ആര്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ അവൾ തല കുനിച്ചു നിന്നു. എന്തുകൊണ്ട് പോകുന്നില്ല? ആര്യൻ പഞ്ചമിയുടെ മുന്നിൽ വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. അവൾ ചെറിയൊരു പേടിയോടെ സോഫയിലായിട്ട് ഇരിക്കുന്ന മുത്തശ്ശിയെ ഒന്ന് നോക്കി. മുത്തശ്ശിയും എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ മോളെ നിന്റെ പ്രശ്നം? നീ എന്തുകൊണ്ട് കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത്? മുത്തശ്ശി ചോദിച്ചു. അത് പിന്നെ മുത്തശ്ശി, ഇപ്പൊ തന്നെ മോള് ആരുടെ അടുത്തേക്കും പോകുന്നില്ല. എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ രാവിലെ കോളേജിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമല്ലേ തിരിച്ചു വരൂ. അതുവരെ മോള് എന്നെ കാണാതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു. അത് ശരിയാണ് ആര്യ മോള് പറഞ്ഞത്. മോള് പോയി കഴിഞ്ഞാൽ ഇനി കുഞ്ഞ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ കൈമാറി ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് സമ്മതിക്കാതിരിക്കുകയാണ്, മുത്തശ്ശി കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ പഞ്ചമിയെയും അവളുടെ തോളിൽ കിടന്ന് തള്ളവിരൽ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി. എന്നുവെച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കോളേജിൽ പോകാതെ ഇരിക്കാനാണോ തന്റെ പരിപാടി? വീണ്ടും ചോദിച്ചു. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് പഠിച്ചോളാം, അവൾ പറഞ്ഞു. എക്സാം എഴുതാൻ വേണ്ടി ഞാൻ കോളേജിലേക്ക് പോയാൽ പോരെ? അവൾ ചോദിച്ചു. അത് പറ്റുമോ ആര്യ? മുത്തശ്ശി ചോദിച്ചു. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തി. എന്നാ പിന്നെ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഡിന്നർ കഴിക്കാം, മുത്തശ്ശി പറഞ്ഞു. മോളെ, കുഞ്ഞ് ഭക്ഷണം കഴിച്ചതല്ലേ, കുഞ്ഞിനെ ഉറക്കിക്കോളൂ, ആര്യന്റെ അമ്മ പറഞ്ഞതും പഞ്ചമി കുഞ്ഞിനെ ഉറക്കാനായി പൂളിന്റെ സൈഡിലേക്ക് പോയി. കുഞ്ഞിനെ തോളത്തിട്ടുകൊണ്ട് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ നടന്നു. അമ്മേ, അച്ഛാ, എന്റെ കുഞ്ഞിനെ കണ്ടോ? അവൾ ചോദിച്ചതും അത്രയും നേരം തോളിൽ കിടന്നുറങ്ങിയ കുഞ്ഞ് തല ഉയർത്തി നോക്കി. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവൾ ആകാശത്തെ നക്ഷത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്, അവൾ കുഞ്ഞിനോട് പറഞ്ഞു. അവൾ ചൂണ്ടിക്കാണിച്ച ആകാശത്തേക്ക് നോക്കുന്നുണ്ട്, പിന്നെ അവളുടെ മുഖത്തേക്കും. എന്റെ കുഞ്ഞ് പാവമാണ് കേട്ടോ അമ്മ, ഒരുപാട് വാശിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നു കുറച്ച് വാശി എന്റെ നച്ചുമോൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന്. അതിന് കാരണം ഞാനാണെന്നാ എല്ലാരും പറയുന്നത്, അവൾ ആകാശത്തേക്കും പിന്നെ കുഞ്ഞിന്റെ മുഖത്തേക്കും നോക്കി പറഞ്ഞു. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയും അവളുടെ കവളിൽ ചുംബിച്ചും പിന്നെ ആകാശത്തെ നക്ഷത്രങ്ങളിൽ കാണിച്ചു കൊടുത്തും അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞ് അതിശയത്തോടെ അവൾ പറയുന്നതും അവൾ ആകാശത്തേക്ക് ചൂണ്ടി നക്ഷത്രങ്ങൾ കാണിക്കുന്നതും എല്ലാം നോക്കി അവളുടെ കയ്യിലിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യൻ അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നതായിരുന്നു ആര്യൻ. അവിടെ പഞ്ചമിയെ കാണാതായതും അന്വേഷിച്ച് വന്നപ്പോഴാണ് പഞ്ചമിയും കുഞ്ഞും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അവൻ കാണുന്നത്. കുറച്ചു സമയം കൂടി അവൻ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് നടന്നു. പതിയെ കുഞ്ഞ് ഉറക്കത്തിലേക്ക് പോയതും അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് വാതിക്കൽ ചാരി നിൽക്കുന്ന ആര്യനെ അവൾ കാണുന്നത്. ആര്യനെ കണ്ടതും അവൾ അവിടെ തന്നെ നിന്നു. അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ആര്യൻ നടന്ന് അവളുടെ അടുത്തേക്ക് എത്തി. കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ മടിയുള്ളത് കൊണ്ട് മാത്രമാണോ നീ കോളേജിലേക്ക് പോകാത്തത്? ആര്യൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. പറയദേവാ, എനിക്ക് ഞാൻ ചോദിക്കുന്നതിന് ആരും മിണ്ടാതിരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചാൽ എനിക്ക് മറുപടി കിട്ടിയിരിക്കണം. ആര്യന്റെ ശബ്ദത്തിലെ കനം മനസ്സിലായതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ശരിക്കും കുഞ്ഞിന് സങ്കടമാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണോ കോളേജിൽ പോകാത്തത്? ആര്യൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അതെ, അവൾ പറഞ്ഞു. പക്ഷേ അതും ഒരു കാരണമാണ്. എന്നാൽ മറ്റൊരു കാരണം കൂടിയുണ്ട്, അവൾ പറഞ്ഞതും ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഭയപ്പെടുന്നുണ്ട് അല്ലേ? ശ്രാവണിനെയും നിന്റെ വീട്ടുകാരെയും? ആര്യൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. അങ്ങനെ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കെന്നെ വിശ്വാസമില്ല എന്നല്ലേ ദേവ അർത്ഥം? ആര്യൻ ചോദിച്ചു. അങ്ങനെയല്ല, എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഞാൻ കാരണം എന്റെ കൂടെ വരുന്നവർക്ക് കൂടി ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നവരെ
എന്റെ കൂടെയുള്ള വരദ, നക്ഷത്ര, അനന്യ, വേദിക ഇവരെ എല്ലാവരെയും ചിലപ്പോ ഉപദ്രവിച്ചെന്ന് വരും. അതുകൊണ്ടാണ്. അവൾ പറഞ്ഞു. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നീ എതിർക്കില്ല. ഇനി അതല്ല, ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്ക് കുഞ്ഞിനെ വിട്ടുവരാൻ പറ്റില്ല, കുഞ്ഞിന് സങ്കടമാകും എന്നുള്ളതാണ് കാരണമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യാം. നിനക്കിവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തു തരാം. എക്സാം എഴുതുമ്പോൾ വേണ്ടി മാത്രം കോളേജിൽ പോകാനുള്ള കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അതിലൂടെ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളാണ്. കോളേജ് കാലഘട്ടം. അത് പിന്നീട് തിരിച്ചു പിടിക്കാൻ നോക്കിയാൽ പറ്റിയെന്ന് വരില്ല. നിന്റെ ജീവിതാവസാനം വരെ അത് നിനക്ക് ഒരു നോവായി മനസ്സിൽ കിടക്കും. അപ്പോ ചിലപ്പോ നീ എപ്പോഴെങ്കിലും എന്റെ കുഞ്ഞിനെ വെറുത്തു പോകും. നിന്റെ നല്ല നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് വേണ്ടി കളഞ്ഞു എന്ന് നിനക്ക് തോന്നിപ്പോകും. ഇല്ല, അങ്ങനെ അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കളയുന്ന ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. അതൊരിക്കലും നഷ്ടമായോ സങ്കടമായോ എനിക്ക് തോന്നില്ല. എന്റെ മരണം വരെ. വളരെ കുറച്ച് ദിവസത്തെ അടുപ്പമേ ഉള്ളൂ മോളുമായിട്ട്. പക്ഷെ ഇപ്പോ അവൾക്ക് എന്നെ വിട്ടു പിരിയുന്നത് പോലെ ഞാനും അവളെ വിട്ടു പിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ പോലും എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓരോ നിമിഷവും ആഗ്രഹിക്കും. അവളില്ലാതെ എനിക്ക് പറ്റാത്തതുപോലെ തോന്നുന്നു. കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അച്ചുവേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നില്ല. പിന്നെ ഞാൻ ഇതിന്റെ പേരിൽ ഒരിക്കലും സാറിന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വരില്ല എന്ന് എന്ന് സാർ എന്നോട് ഇവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറയുന്നു. അന്ന് അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അവകാശങ്ങളൊന്നും ഈ കുഞ്ഞിന്റെ മേലോ സാറിന്റെ സമ്പാദ്യങ്ങൾക്കോ സ്വത്തിനു മേലെയോ ഞാൻ പറഞ്ഞു വരില്ല, അവൾ പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന അവളെ ആര്യനും നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നു. അവന്റെ പുറകെ തന്നെ സാരിയുടെ തലപ്പ് കൊണ്ട് കണ്ണും മുഖവും എല്ലാം തുടച്ച് അവളും നടന്നു. അവൾ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു. കുഞ്ഞിന് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടാകാതെ വളരെ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുന്ന അവളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയി. റൂമിൽ ചെന്ന് അവൾ കുഞ്ഞിനെ കിടത്തി വാഷ്റൂമിൽ പോയി വന്നു. അവളും കുഞ്ഞിന്റെ അടുത്ത് തന്നെ കിടന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. എടുത്തു നോക്കിയതും അവൾ വിചാരിച്ച ഒരു കോള് തന്നെയായിരുന്നു. വേദ, താൻ കോളേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയുള്ള വിളിയാണ് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഫോൺ എടുത്തതും, എന്ത് പണിയാ ദേവ നീ കാണിച്ചത്? നീ കോളേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? നിനക്ക് പഠിക്കണ്ടേ? അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തണ്ടേ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അതിനെന്താ, ഞാൻ എവിടെ ഇരുന്നാണെങ്കിലും എനിക്ക് ചെയ്യാലോ, പഞ്ചമി പറഞ്ഞു. പക്ഷെ പഞ്ചമി, അത് വേണ്ട. കുഞ്ഞിന്റെ കാര്യമല്ലേ, രാവിലെ പോകുന്നത് വരെ നീ ഉണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ സാറിന്റെ പെർമിഷൻ ചോദിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാം. അപ്പോഴും നിനക്ക് കുഞ്ഞിന്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് നിനക്ക് വീണ്ടും കോളേജിലേക്ക് പോകാം. വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും മോൾ എഴുന്നേൽക്കും. അങ്ങനെ ഒരു ട്രെയിനിങ് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മോൾക്ക് നമുക്ക് കൊടുക്കാം, വരദ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, പിന്നീട് പഞ്ചമി ആര്യനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ പൊന്നു പഞ്ചമി, നിനക്ക് ഭ്രാന്താണ്. നീ പോകുന്നത് പുലിക്കാട്ടിൽ മാൻഷനിൽ നിന്നാണ്. ഇവിടെ നിന്നും കോളേജ് വരെ സാറിന്റെ ഭാര്യയെയും അനിയത്തിമാരെയും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വിടുമെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടിയാണോ മിസ്സിസ് ദേവപഞ്ചമി? നീ ഇത് മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും സാറത് മാനത്ത് കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിൽ കയറ്റി വയ്ക്കാതെ നീ ധൈര്യമായിട്ട് കോളേജിൽ പോകുന്ന കാര്യത്തെപ്പറ്റി തീരുമാനിക്കുക. കുഞ്ഞിനെ നമുക്ക് നാളെ മുതൽ അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചു നോക്കാം. ഇന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ നിന്റെ ഒപ്പം തന്നെ കുഞ്ഞ് എഴുന്നേറ്റില്ലേ? കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീണ്ടും ഉറങ്ങി. അപ്പോഴേക്കും നമുക്ക് കോളേജിലുള്ള സമയമായിരുന്നു. നീ ശ്രദ്ധിച്ചോ? പിന്നെ കുഞ്ഞ് എഴുന്നേറ്റത് ഉച്ചയോടടുത്താണ്. അപ്പോഴേക്കും നമുക്ക് കോളേജിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്താം. അപ്പോഴും കുഞ്ഞ് നിന്റെ ഒപ്പം കുറച്ച് സമയം ഉണ്ടാകും. പിന്നെ ഭക്ഷണം എല്ലാം കൊടുത്ത് കുഞ്ഞിന് വീണ്ടും കുറച്ച് സമയം കൂടി കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞ് കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്ക് കോളേജിൽ നിന്ന് വരികയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു, വരദ പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. ഈ വെക്കേഷൻ സമയം വരെ നമുക്ക് ആലോചിക്കാനും മാർഗങ്ങൾ കണ്ടുപിടിക്കാനും വഴിയുണ്ട്. അതുകൊണ്ട് ആദ്യമേ കയറി വരുന്നില്ല എന്ന് പറഞ്ഞു കളയരുത്, വരദ പറഞ്ഞു. എന്നാ പിന്നെ ഉറങ്ങിക്കോ, രാവിലെ കാണാം. ഞാൻ നിന്റെ അടുത്തേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആര്യൻ സാറ് അവിടെ ഉണ്ടാകുമല്ലോ എന്ന് കരുതി വരാതിരുന്നതാണ്. എന്നാ പിന്നെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു.
അപ്പോഴാണ് പഞ്ചമി അവിടെ മുഴുവനും നോക്കിയത്. റൂമിൽ ആര്യൻ വന്നിട്ടില്ല എന്ന് മനസ്സിലായത്. ഫോൺ മാറ്റിവെച്ചുകൊണ്ട് അവൾ കുഞ്ഞിന്റെ അടുത്ത് കിടന്നു. ഇന്നലെ എപ്പോഴാണ് വന്ന് കിടന്നതെന്നോ ഇനി വന്ന് കിടന്നില്ലേ എന്നെല്ലാം ആലോചിച്ച് കിടന്ന അവളുടെ കണ്ണുകൾ അടഞ്ഞു. കുറച്ചു സമയം ഓഫീസ് റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്തതിനു ശേഷം ആര്യൻ വരുമ്പോൾ പഞ്ചമിയും കുഞ്ഞും നല്ല ഉറക്കമാണ്. അവൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നതാണ് ആര്യൻ. കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ രണ്ടുപേരും കിടന്നുറങ്ങുന്നത് കണ്ട് ആര്യൻ നോക്കി നിന്നു. പിന്നെ കുഞ്ഞിന്റെ മറു സൈഡിലായി വന്ന് കിടന്നു. കുറച്ചു സമയം അവൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ആലോചിച്ചു. തനിക്കും തന്റെ കുഞ്ഞിനും വേണ്ടി ജീവിതം കളയാനുള്ളതല്ല അവളുടെ ജീവിതം. അവൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് തന്റെ കുഞ്ഞിന് വേണ്ടി അവളുടെ ഭാവി ഇല്ലാതാക്കില്ല എന്ന് ആര്യനും തീരുമാനിച്ചുറപ്പിച്ചു. പിന്നെ ചരിഞ്ഞ് കുഞ്ഞിന്റെ അടുത്ത് കിടന്നുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്കും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പഞ്ചമിയുടെ മുഖത്തേക്കും ഇടയ്ക്ക് നോക്കിക്കിടന്നു. അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. രാവിലെ പഞ്ചമി കണ്ണു തുറക്കുമ്പോൾ ഇന്നും ആര്യൻ അടുത്തുണ്ടായിരുന്നില്ല. ജിമ്മിൽ പോയിട്ടുണ്ടാകും എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എഴുന്നേറ്റതും അവളുടെ സാമീപ്യം ശരീരത്തിൽ നിന്ന് മാറിയതറിഞ്ഞ് കുഞ്ഞ് കണ്ണു തുറന്നു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് തന്നെയാണ് അവൾ വാഷ്റൂമിലേക്ക് പോയത്. കുഞ്ഞിനെ പതിയെ ഫ്രഷാക്കി അവളും ഫ്രഷായി പുറത്തേക്കിറങ്ങി. കുഞ്ഞിന് ഒരു ഉടുപ്പും അവൾ ഒരു സാരിയും മാറി രണ്ടുപേരും താഴേക്ക് ചെന്നു. അവർ താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി സോഫയിലിരുന്ന് എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് താൻ അല്പം വൈകിയെന്ന് അവൾക്ക് മുത്തശ്ശിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ മുത്തശ്ശി ധ്യാനത്തിൽ ഇരിക്കുന്നതോ യോഗ ചെയ്യുന്നോ സമയമാണ്. ഇന്ന് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. സോറി മുത്തശ്ശി, അല്പം താമസിച്ചു മുത്തശ്ശി, അവൾ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശി ചെറു പുഞ്ചിരിയോടെ, അതൊന്നും സാരമല്ല മോളെ, കുളി കഴിഞ്ഞതല്ലേ, കുഞ്ഞിനെയും കുളിപ്പിച്ചതല്ലേ, ചെന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് വിളക്കും കത്തിച്ചിട്ട് പോരൂ, മുത്തശ്ശി പറഞ്ഞു. അവൾ കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ പൂജാമുറിയിൽ ചെന്ന് വിളക്ക് വെച്ച് പൂജാമുറിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് വർക്കൗട്ട് കഴിഞ്ഞ് ആര്യനും അനിയന്മാരെല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നത്. പൂജാമുറിയിൽ നിന്നും ഇറങ്ങുന്ന പഞ്ചമിയെ കണ്ട ആര്യൻ അവളെയും അവൾ എടുത്തിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി. കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. ആര്യൻ അനിയന്മാരോട് സംസാരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് നടന്ന് സോഫയിൽ വന്നിരുന്നു. അപ്പോഴേക്കും 2 യൂണിഫോം ധരിച്ച സ്ത്രീകൾ വന്ന് എല്ലാവർക്കുമുള്ള കോഫിയും കൊടുത്തു. മുത്തശ്ശിക്കുള്ളതും കൊടുത്തിട്ട് അവർ അവിടെ നിന്നും തിരിഞ്ഞുപോയി. പഞ്ചമി മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി ഇല്ല എന്നുള്ള രീതിയിൽ തലയണക്കി. രണ്ടുപേരുടെയും മൗനമായിട്ടുള്ള സംസാരം ആര്യൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വരദയും വേദയും നക്ഷത്രയും എല്ലാം എഴുന്നേറ്റ് വന്നു. പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് അപ്പോഴേക്കും പുറത്തേക്ക് പോയിരുന്നു. പതിവ് പോലെ ഇളം വെയിൽ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നടന്നു. അവളും ആ സമയം ചുറ്റിക്കാണുകയായിരുന്നു പുലിക്കാട്ടിൽ വീടിന്റെ ചുറ്റുവശങ്ങൾ. ഭംഗിയായി തന്നെ പല രീതിയിൽ ഓരോ ഭാവങ്ങളിൽ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും പുതുമ നിറഞ്ഞ ഒരു കാഴ്ച പോലെയാണ് പുലിക്കാട്ടിൽ വീട് എന്ന് അവൾക്ക് തോന്നി. അവൾ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നതും കുഞ്ഞിനെയും കൊണ്ട് വട്ടം ചുറ്റുന്നതും കളികൾ പറയുന്നതും എല്ലാം മുകളിലെ അവരുടെ റൂമിന്റെ വിൻഡോ വഴി ആര്യൻ കാണുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് താൻ ഉള്ളപ്പോഴാണെങ്കിലും കുഞ്ഞിന് എപ്പോഴും കൂടുതൽ സമയവും ഈ മുറിയിലോ താൻ ചെയ്യുന്ന വർക്കിംഗ് സ്പേസിലോ കുഞ്ഞിനു വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തോ ആയിരിക്കും. ഇപ്പോഴാണ് കുഞ്ഞും സ്വാതന്ത്ര്യം എന്താണ് എന്ന് അറിയുന്നത് എന്ന് പോലും ആ സമയം ആര്യന് തോന്നി. ഇതുപോലെ ആരും എടുത്തുകൊണ്ട് നടന്ന് ഭക്ഷണം കൊടുക്കുന്നത് അവൻ കണ്ടിട്ടില്ല. എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് ഇരുത്തി ഭക്ഷണം കൊടുക്കും. മുത്തശ്ശിയോ അല്ലെങ്കിൽ അനിയത്തിമാരോ. താനുണ്ടെങ്കിൽ കൂടുതലും താനായിരിക്കും കൊടുക്കുന്നത്. അപ്പോഴും ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്പേസിൽ കുഞ്ഞിന്റെ ചെയറിട്ട് ഇരുത്തിക്കൊണ്ടായിരിക്കും കൊടുക്കുന്നത് എന്ന് അവൻ ഓർത്തു. പിന്നെ ഇതുപോലെ വെയിൽ കൊള്ളിക്കുന്നതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മുത്തശ്ശിക്കും അമ്മയ്ക്കും എല്ലാം അറിയാമായിരുന്നു. അവർ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. തന്റെ കുഞ്ഞിനു വേണ്ടി അവൾ ഏറ്റവും വലിയ സ്വപ്നമായ അവളുടെ വിദ്യാഭ്യാസം പോലും അവൾ വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പറയുന്നു. അവൾ സ്വയം കുഞ്ഞിന്റെ അമ്മയാകുന്നു. ശരിയാണ്, കുഞ്ഞ് മറ്റാരുടെയും കയ്യിലിരിക്കുന്നത് ഇപ്പോൾ താനും കണ്ടിട്ടില്ല. എപ്പോഴും അവളുടെ കയ്യിൽ തന്നെയായിരിക്കും. തനിക്കും ഇപ്പോൾ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അതിന് കാരണം അവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുള്ളതാണ് എന്ന് അവനും ഓർത്തു. താനിപ്പോ വന്നാലും കുഞ്ഞ് അവളുടെ കയ്യിലായിരിക്കും. എടുത്താൽ തന്നെ കുറച്ച് സമയം. ആ സമയം കഴിയുമ്പോഴേക്കും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് തന്നെ പോകാൻ വാശി പിടിക്കും. കുഞ്ഞിനെ എടുത്ത് വട്ടം കറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൊട്ടിച്ചിരി നോക്കി ആര്യൻ നിന്നു. ആ സമയം ആ പുഞ്ചിരി ആര്യനിലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആര്യന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തതും അവന്റെ മുഖത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ശാന്തതയും ചിരിയും മാഞ്ഞു. ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആര്യൻ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു.
അവൻ ഡ്രസ്സ് മാറി താഴേക്ക് പോയി. താഴെ ചെന്നതും കുഞ്ഞിനെ കണ്ടിട്ട് പോകാം എന്ന് കരുതി കുഞ്ഞും അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അവൻ ചെന്നു. ഒരു പൂവ് പൊട്ടിക്കാതെ തന്നെ ചെടിയിൽ വെച്ച് കുഞ്ഞിനെ കാണിച്ച് കളിപ്പിക്കുന്ന അവളെ കണ്ടതും ആര്യൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ ഒരു ആകാശിനെ അറിയുമോ? ആര്യൻ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അറിയും. അവളുടെ മറുപടി കേട്ടതും ആര്യന്റെ മുഖം മാറി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.